ഹലോ, എല്ലാവർക്കും നിസാനാസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ടൈറ്റിലിൽ കണ്ടതുപോലെ തന്നെ കൊറോണയുടെ സമയത്ത് വളരെ ആരോഗ്യകരമായ ഒരു രീതിയിലുള്ള ഒരു ഫുഡ് റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഒരു പ്രോട്ടീൻ റിച്ച് ദോശയാണിത്. ഇതിൽ വൈറ്റമിനും അയൺ, സിങ്ക്, കാൽഷ്യം എന്നിവയെല്ലാം ധാരാളം അടങ്ങിയിട്ടുണ്ട്. വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് വളരെയധികം ബെനിഫിറ്റ് കിട്ടുന്ന ഒരു റെസിപ്പി കൂടിയാണ്. ലെസ് കാർബോഹൈഡ്രേറ്റ് ആണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുണ്ട്. ഇതുപോലൊരു ടേബിൾ സ്പൂണിനാണ് ഞാൻ അളന്നെടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ വീതമാണ് എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്തിരിക്കുന്നത്. ബ്രോക്കൺ വീറ്റ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്, ഉണ്ടെങ്കിൽ എടുക്കുക. പിന്നെ ഇവിടെ എടുത്തിരിക്കുന്നത് മസൂർ ദാലാണ് എടുത്തിരിക്കുന്നത്. ഇതില്ലെങ്കിൽ നമ്മുടെ നോർമൽ പരിപ്പ് എടുത്താലും മതി. പിന്നെ കറുത്ത കടല. പിന്നെ എടുത്തിരിക്കുന്നത് റോൾഡ് ഓട്സ് ആണ്. വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് റോൾഡ് ഓട്സ് അല്ലെങ്കിൽ സ്റ്റീൽ കട്ട് ഓട്സ് ആണ് ഏറ്റവും നല്ലത്. പിന്നെ എടുത്തിരിക്കുന്നത് ചെറുപയറാണ്. ചെറുപയർ നിർബന്ധമായും എടുക്കുക. ചെറുപയറിൽ ഒരുപാട് പ്രോട്ടീൻ റിച്ച് ആണത്. പിന്നെ ഉഴുന്നെടുത്തിട്ടുണ്ട്. ഉഴുന്ന് മസ്റ്റായിട്ടും എടുക്കണം. പിന്നെ എടുത്തിരിക്കുന്നത് പച്ചരിയാണ്. ഇനി ഇതെല്ലാം നമുക്കൊന്ന് കുതിർത്താൻ വെക്കണം. ഓട്സ് ഒരു അരമണിക്കൂറോളം കുതിർത്തിയാൽ മതി. ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും 4 മണിക്കൂറോളം കുതിർത്തണം. കുറഞ്ഞത് 4 മണിക്കൂറെങ്കിലും കുതിർത്തിയെടുക്കണം. ഓട്സ് അരി അരക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് കുതിർത്തിയെടുത്താൽ മതി. ബ്രോക്കൺ വീറ്റ് ഇതിൻ്റെ ഒപ്പം ഇട്ട് കുതിർത്താനിടണ്ടേ, കാരണം നമുക്ക് കഴുകിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഓട്സും ബ്രോക്കൺ വീറ്റും മാറ്റി വെച്ചിട്ട് ബാക്കി എല്ലാം കൂടി ഒരുമിച്ചിട്ട് കുതിർത്താനിടാം. ബ്രോക്കൺ വീറ്റ് സെപ്പറേറ്റ് ആയിട്ടും കുതിർത്തിയാൽ മതി. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതൊന്ന് കുതിർത്തിയെടുക്കാം. 4 മണിക്കൂർ കുതിർത്തിയെടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. കടലയെല്ലാം കുതിരണമെങ്കിൽ 4 മണിക്കൂറെങ്കിലും കുതിർത്തണം. അതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ നന്നായിട്ട് അരഞ്ഞു കിട്ടില്ല. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. കാരണം തരികളുണ്ടെങ്കിൽ നമ്മളിത് ചുട്ടെടുക്കുന്ന സമയത്ത് വല്ലാണ്ട് കടിക്കും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഓവർ ആക്കണ്ട. അരച്ചിട്ട് പോരെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നുള്ളൂ. ഇതൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് എടുത്താൽ മതി. അത് കറക്റ്റ് ആയിരിക്കും. ഇനി പോരെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മതി. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം. നമ്മുടെ ദോശയുടെയൊക്കെ കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് വേണ്ടത്. നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പം നമ്മുടെ മിക്സ് ഇവിടെ നല്ലതുപോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഇതിലേക്ക് സോഡാപ്പൊടിയും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ തന്നെ നമുക്കിതിവിടെ ചുട്ടെടുക്കാവുന്നതാണ്. ഞാൻ ഇതിലോട്ട് കുറച്ച് വെജിറ്റബിൾസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്കിത് തിക്കായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ കുറച്ച് വെള്ളം വേണമെങ്കിൽ ചേർക്കാം. പക്ഷെ എനിക്കിവിടെ ഇപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇതുപോലെയാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യമായ പച്ചക്കറി കൂടി നമുക്ക് എടുക്കാം. 1 പീസ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇത്രയും മതി. പിന്നെ 3-4 ബീൻസ് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സവോള എടുത്തിട്ടുണ്ട്. സവോളയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ ചോപ്പ് ചെയ്തെടുക്കണം. ചോപ്പർ ഉണ്ടെങ്കിൽ അതിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം നല്ല ഫൈനായിട്ട് കിട്ടാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. വലുതാക്കി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ദോശ പരത്തുന്ന സമയത്ത് പരന്ന് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ട് വരാം. നല്ലതുപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ബാറ്ററിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ബാറ്റർ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഉപ്പ് പോരെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിലേക്ക് എരിവിന് വേണമെങ്കിൽ ഒരു പച്ചമുളക് അല്ലെങ്കിൽ ഒരു കഷ്ണം ഇഞ്ചിയൊക്കെ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒന്നും ചേർക്കുന്നില്ല. ഇതുപോലെ തന്നെയാണ് ചുട്ടെടുക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് ചുട്ടെടുക്കാം. അതിനായിട്ടൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഇത് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ നല്ലതുപോലെ മൊരിയിപ്പിച്ചാണ് ചുട്ടെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല കനം കുറച്ചാണ് പരത്തിയെടുക്കുന്നത്. നിങ്ങൾക്ക് ചെറിയ ചെറിയ ദോശ പോലെ വേണമെങ്കിൽ അങ്ങനെയും ചുട്ടെടുക്കാം. കുറച്ച് മൊരിയിപ്പിച്ചെടുക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടുന്നത്. കുട്ടികൾക്കൊക്കെ ഇതുപോലെ മൊരിയിപ്പിച്ച് കൊടുത്താൽ അവർ കഴിച്ചോളും.
വെജിറ്റബിൾസ് ഒക്കെ ഇട്ടതുകൊണ്ട് നല്ലതുമായിരിക്കും, നല്ല ടേസ്റ്റും ഉണ്ടാവും. കുട്ടികൾക്കൊക്കെ കൊടുക്കാനും വളരെ നല്ലതായിരിക്കും, ഹെൽത്തി അല്ലേ ഇത്. ഇത് നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. എന്നിട്ട് ഇവിടെ കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് വേണ്ട, ഒരു ജസ്റ്റ് ആ ബ്രഷ് ഒന്ന് എണ്ണയിൽ മുക്കിയിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് തേച്ച് കൊടുത്താൽ മതി. ഇനി നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ദോശയെല്ലാം നല്ലതുപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇത് പൊട്ടിപ്പോകത്തൊന്നുമില്ല, നമ്മൾ ദോശയൊക്കെ കിട്ടുന്നത് പോലെ തന്നെ കിട്ടുന്നതാണ്. ഇതൊരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ്. നല്ല ടേസ്റ്റിയുമാണ്, ഹെൽത്തിയുമാണ്. നമുക്ക് വയറൊക്കെ പെട്ടെന്ന് ഫില്ലാവുകയും ചെയ്യും. വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കൊക്കെ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇതാ 2 സൈഡും മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാനിൽ നിന്നും മാറ്റാം. ഇനി ബാക്കി മാവും കൂടെ ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് എല്ലാം ഒന്ന് ഇതുപോലെ ചുട്ടെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മസ്റ്റായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് നല്ലതായിരിക്കും. കാരണം വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് ഹെയർ ഫോളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് നിങ്ങൾ കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഞാൻ ഇടുന്ന വീഡിയോസ് കിട്ടാനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ നല്ല നല്ല റെസിപ്പിയുമായിട്ട് ഇനിയും നമുക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു. എല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കുക.